നിർജിതാസുരദേവൈരുധ്യനേനോപബൃംഹിതൈ മായിനാം പരമാചാര്യമയം ശരണമായുഹു സനിർമായ പുരസ്തിസ്രോ ഹൈമിരൗപ്യായസീർവിഭു ദുർലക്ഷ്യപായ സംയോഗ ദുർവിതർക്യപരിച്ഛദാഹ താഭിസ്തേ സുരസേനാന്യുലോകാം സ്ത്രീൻസേശ്വരാൻ നൃപ സ്മരന്തോ നാശയാഞ്ചക്രുഹു പൂർവവൈരമലക്ഷിതാഹ തതസ്തേ സേശ്വര ലോക ഉപാസാദ്യേശ്വരം വിഭോ ത്രാഹിനസ്താവകാൻ ദേവവിനിഷ്ടാം സ്ത്രിപുരാലയൈഃ അഥാനുഗൃഹ്യ ഭഗവാൻ മാ ഭൈഷ്ടേതി സുരാൻ വിഭു ശരം ധനുഷി സന്ധായ പുരേഷ്വസ്ത്രം വ്യമുഞ്ചത തദോഗ്നിവർണ ഇഷ ഉൽപേതു സൂര്യമണ്ഡലാൽ യഥാമയൂഖസന്തോഹനാദിശന്ത പുരോയത തൈഃ സ്പൃഷ്ടാവിസവ സർവേ നിപേതു സ്മ പുരോഗസ താനാനീയ മഹായോഗിമയകൂപരസേ ക്ഷിബൽ സിദ്ധാമൃതരസസ്പൃഷ്ടവജ്രസാരമഹൗജസ ഉത്തസ്ഥുർമേഘദലന വൈദ്യുതായു വഹ്നയ വിലോക്യ ഭഗ്ന സങ്കല്പം വിമനസ്കം വൃഷധ്വജം തദായം ഭഗവാൻ വിഷ്ണു തത്രോപായമകൽപ്പയൽ വത്സ ആസീത് തഥാ ബ്രഹ്മ സ്വയം വിഷ്ണുരയം ഹി ഗൗഃ പ്രവിശ്യ ത്രിപുരം കാലേ രസകൂപാമൃതം പപൗ തേ സുരാഹ്യാഭിപശ്യന്തോ നന്ദിഷേധന വിമോഹിതാഃ തദ്വിജ്ഞായ മഹായോഗി രസപാലാനിദം ജഗൗ സ്വയം വിശോകശോകാർത്താൻ സ്മരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോ വാ നേശ്വരോസ്തീഹ കശ്ചന ആത്മനോന്യസ്വാദിഷ്ടം ദൈവേന അപോഹിതുന്തയോഃ അഥാസൗ ശക്തിഭിസ്വാഭിശംഭോ പ്രാഥനികം യഥാൽ ധർമ്മജ്ഞാനവിരക്തിർദ്ധിതപോ വിദ്യാക്രിയാദിഭിः രഥം സൂതം ധ്വജം വാഹാൻ ധനുർവർമ്മശരാദിയൽ സന്നദ്ധോരഥമാസ്ഥായ ശരം ധനുരുപാദതെ ശരം ധനുഷി സന്ധായ മുഹൂർത്തേഭിജിതീശ്വരഃ ദദാഹതേന ദുർഭേദ്യ ഹരോധ ത്രിപുരോ നൃപ ദിവ്യദുന്ദുഭയോ നേതുഃ വിമാനശതസങ്കുലാഃ ദേവഋഷിപിതൃസിദ്ധേശ ജയതി കുസുമൽക്കരൈഃ അവാഖീരഞ്ജഗൃഹൃഷ്ടാനനൃതുശ്ചാപ്സരോഗണാഃ ഏവം ദഗ്ധ്വാപുരസ്ഥിസ്രോ ഭഗവാൻ പുരഃ നൃപ ബ്രഹ്മാദിഭിസ്തൂയമാനഃ സ്വധാമ പ്രത്യാപദ്യത ഏവം വിധാന്യസ്യ ഹരേ സ്വമായ വിഡംബമാനസ്യ നൃലോകമാത്മന വീര്യാണി ഗീതാനി ഋഷിഭിർജഗദ്ഗുരോർലോകാൻ പുനാനാന്യപരം വദാമി കിം. ശ്രീസുക ഉവാച ശ്രുത്വേ ഹിതം സാധു സഭാസഭാജിതം മഹത്തമാഗ്രണ്യവിക്രമാത്മന യുധിഷ്ഠിരോ ദൈത്യപതേർമുദായുധപപ്രച്ഛ ഭൂയസ്തനയം സ്വയം ഭുവ. യുധിഷ്ഠിര ഉവാച ഭഗവൻ ശ്രോതുമിച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമാചാരയുധ യൽപ്പുമാൻ വിന്ദതേപരം ഭവാൻ പ്രജാപതേ സാക്ഷാത് ആത്മജപരമേഷ്ഠിന സുദാനം സമ്മതോ ബ്രഹ്മം സ്തപോയോഗസമാധിഭിः സുദാനാം സമ്മതോ ബ്രഹ്മം സ്തപോയോഗസമാധിഭിः നാരായണപരാവിപ്രധർമ്മം ഗുഹ്യം പരം വിദുഃ കരുണാ സാധവശാന്തസ്ത്വദ്വിധാന തഥാപരേ. നാരദ ഉവാച നത്വാ ഭഗവതേ ജായലോകാനം ധർമ്മഹേതവേ വക്ഷ്യേ സനാതനം ധർമ്മം നാരായണമുഖാശ്രുതം യോപതീര്യാത്മനോംശേന ദാക്ഷായണ്യാം തു ധർമ്മത ലോകാനം സ്വസ്തേധ്യാസ്തേതപോപതിരികാശ്രമേ ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരിഃ സ്മൃതം ച തദ്വിതാം രാജനേന ച ആത്മാ പ്രസീദതി സത്യം ദയാ തപശൗചന്തി ദിക്ഷേക്ഷമോദമ അഹിംസാ ബ്രഹ്മചര്യം ച ത്യാഗ സ്വാധ്യായാർജവം സന്തോഷസമദൃക് സേവാഗ്രാമ്യേഹോ പരമശനൈഃ നൃണാം വിപരീഹ ക്ഷമൗനം ആത്മവിമരിശനം അന്നാദ്യാദേഹ സംവിഭാഗോ ഭൂതേഭ്യശ്ചേധാരിഹത തേഷ്വാത്മദേവതാ ബുദ്ധിസുതരാം നൃഷു പാണ്ഡവ ശ്രവണം കീർത്തനം ചാസ്യ സ്മരണം മഹദാംഗതേഃ സേവേജ്യാവനതിർദാസ്യം സഖ്യം ആത്മസമർപ്പണം നൃണാമയം പരോധർമ്മ സർവേഷാം സമുദാഹൃത ത്രിംശലക്ഷണവാൻ രാജൻ സർവാത്മയേന തുഷ്യതി സംസ്കാരായദവിച്ഛിന്നാഃ സദ്വിജോജോ ജഗാദയം ഇജ്യാധ്യേന ദാനാനി വിഹിതാനി ദ്വിജന്മനാം ജന്മകർമാവദാതാനാം ക്രിയാശ്ചാശ്രമചോദിതാഃ വിപ്രസ്യാധ്യേനാദീനി ഷഡന്യസ്യ പ്രതിഗ്രഹ രാജ്ഞോ വൃത്തിഃ പ്രജാഗോ പുതുരവിപ്രാദ്വകരാദിഭിः വൈശ്യസ്തു വാർത്താവൃത്തിശ്ച നിത്യം ബ്രഹ്മകുലാനുഗ ശൂദ്രസ്യ ദ്വിജ ശുശ്രൂഷവൃത്തിശ്ച സ്വാമിനോ ഭവേൽ വാർത്താ വിചിത്രശാലീനയായാവരശിലോഞ്ചനം വിപ്രവൃത്തിശ്ചതുർദ്ധയം ശ്രേയസി ചോത്തരോത്തര ജഘന്യോ നോത്തമാം വൃത്തിമനാപതി ഭജേന്നര ഹൃദയരാജന്യമാപൽസു സർവേഷാമപി സർവശഃ ഹൃദാമൃതാഭ്യാം ജീവേതാമസ്മൃതേന പ്രമൃതേന വാ സത്യാനൃതാഭ്യാം ജീവേതാനശ്രുത്യകഥഞ്ജന ഹൃദമുഞ്ജശിലം പ്രോക്തമമൃതമേതയാചിതം മൃതം തു നിത്യയാജ്ഞാസ്യാൽ പ്രമൃതം കരിഷണം സ്മൃതം. ആ പരമാത്മജ്ഞാനത്തിൽ അദ്വൈതജ്ഞാനത്തിൽ നമ്മുടെ ജീവിതത്തോണി കെട്ടിയിട്ടാലോ നമ്മുടെ ജീവിതം ഭാസ്വരമാകും, ധന്യമാകും, കൃതാർത്ഥമാകും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്
ആ വിഷയചിന്ത കൊണ്ട് നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട ആ സ്വരൂപജ്ഞാനം, ആത്മബോധം ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടുന്നു. ബുദ്ധിക്ക് തിരിച്ചു കിട്ടുമ്പോഴോ കൃതാർത്ഥനായി. ബ്രഹ്മാവിൻ്റെ അവിടെ നിന്ന് വേദം കട്ടുകൊണ്ട് പോയതിൻ്റെ തത്വം ഇതാണ്. മത്സ്യാവതാരം കൊണ്ട് ഇന്ന് നമുക്ക് സാധിക്കേണ്ട പ്രയോജനം. പണ്ട് സത്യവ്രതന് സാധിച്ചു. സത്യവ്രതൻ കൃതാർത്ഥനായി, അദ്ദേഹത്തിന് പ്രളയമൊക്കെ കാണിച്ചു കൊടുത്തു, അദ്ദേഹം ഹാപ്പിയായി. പക്ഷേ നമ്മൾ ഹാപ്പി ആവണമെങ്കിലോ ഈ കഥ കേട്ടിട്ട് അത് ഈ പണ്ട് ഇങ്ങനെ സംഭവിച്ചു വായിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ. നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കണമല്ലോ. ഈ വാസനാസംഹാരം, പ്രളയം, ആത്മദർശനം ഉണ്ടാകണ്ടേ. പിന്നീട് ഈ മത്സ്യാവതാര കഥയോടുകൂടി അഷ്ടമസ്കന്ധത്തിലെ കഥകൾ അവസാനിച്ചു. ഇനി 9-ാം സ്കന്ധം. 9-ാം സ്കന്ധത്തിൻ്റെ പേര് ഈശകഥ എന്നാണ്. ഈശാനുകഥ എന്നും പറയും. ഈശ്വരൻ്റെ അവതാരങ്ങൾ, ഈശ്വരാവതാര കഥകൾ, ശ്രീരാമാവതാരം, പരശുരാമാവതാരം, ഇങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ഈ സ്കന്ധത്തിലാണ് വരുന്നത്. പിന്നെയോ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഈശ്വര തുല്യന്മാരായി തീർന്ന മഹാത്മാക്കളായ ഭക്തന്മാരുടെ കഥകൾ. അംബരീഷൻ, മാന്ധാതാവ്, ഖഡ്വാങ്കൻ, ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരുടെ കഥകൾ. അനേകം മഹാത്മാക്കൾ, അവരൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടി മഹാപുരുഷന്മാരായ ഭക്തന്മാരായിരുന്നു. പലരും രാജാക്കന്മാരായിരുന്നു. നഭകൻ, നാഭാകൻ, ഇങ്ങനെ അനേക കഥകളുണ്ട്. ആദ്യം സൂര്യവംശ ചരിത്രം പറയണു. പിന്നീട് അതിൽ നിന്ന് ചന്ദ്രവംശം ഉണ്ടായത് എങ്ങനെയാണ് പറയണു. അതിനുശേഷം അതിൽ നിന്ന് അതിൻ്റെ വംശമായിട്ട് യദുവംശമുണ്ടായി. ക്രമത്തിൽ ആ യദുവംശത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അവതരിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ നവമസ്കന്ധം അവസാനിക്കുന്നത്. സൂര്യവംശത്തിൽ ആദ്യത്തെ രാജാവായിരുന്നു ഈ വൈവസ്വതമനായ ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞു. ആ ശ്രാദ്ധദേവൻ കുട്ടികളില്ലാതെ ഗുരുനാഥൻ വസിഷ്ഠനെ സമീപിച്ച് കുട്ടികളുണ്ടാവാൻ ഒരു യാഗം നടത്താൻ അപേക്ഷിച്ചു എന്നാണ്. അദ്ദേഹം ഒരു യാഗം നടത്താനൊക്കെ ഒരുക്കം കൂട്ടി. ആൺകുട്ടി ഉണ്ടാവണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് ഗുരുനാഥനോട് പറഞ്ഞു. അതൊക്കെ കഴിച്ചു. യാഗം കഴിഞ്ഞ് പ്രസാദം ജപിച്ച് പത്നിക്ക് കൊടുത്തു. പത്നി കഴിച്ചു. പെൺകുട്ടി ഉണ്ടായി. പെൺകുട്ടി ഉണ്ടായപ്പോൾ രാജാവ് ചോദിച്ചു, ഇതെന്താ അത് സങ്കല്പത്തിന് വ്യഭിചാരം വന്നത്? ആൺകുട്ടി ഉണ്ടാവാൻ സങ്കല്പിച്ച് നടത്തിയാൽ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്? അങ്ങനെ ഉണ്ടാവേണ്ടത്. പക്ഷേ അങ്ങ് ആൺകുട്ടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. യാഗം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മഹാറാണി ഒന്ന് പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണമെന്ന മോഹം, അതുകൊണ്ട് അങ്ങനെ സങ്കല്പം വയ്ക്കണമെന്ന്. അപ്പോൾ ഇത് മഹാരാജാവും റാണിയും തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് ഗുരുനാഥൻ വിചാരിച്ചു. പെൺകുട്ടി ഉണ്ടാവാൻ സങ്കല്പിച്ചു. അതാണ് പെൺകുട്ടി ഉണ്ടായത്. അവരുടെ സങ്കല്പത്തിനനുസരിച്ച് മന്ത്രശക്തി കൊണ്ട് അങ്ങനെയൊക്കെ പതിവുണ്ട്. പെൺകുട്ടി ഉണ്ടായപ്പോൾ അതിന് ഇളാന്ന് പേരിട്ടു. എന്താ ചെയ്യാം? അന്ന് പെൺകുട്ടികൾ രാജ്യം ഭരിക്കാറില്ലായിരുന്നു. അതുകൊണ്ടാണ് മഹാരാജാവിന് സങ്കടമായത്. വസിഷ്ഠ മഹർഷി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് അപേക്ഷിച്ചു, ഈ മഹാരാജാവിന് ഇങ്ങനൊരാഗ്രഹമുണ്ടെന്ന്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ പുരുഷനായി തീർന്നു. ആ കുട്ടിക്ക് സുദ്യുമ്നൻ എന്ന് പേരിട്ടു. അങ്ങനെ സുദ്യുമ്നൻ രാജാവായി എന്നർത്ഥം. അങ്ങനെ കുറേ കാലം രാജ്യമൊക്കെ ഭരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അതായത് നായാട്ടിന് പോയി. ഇളാവൃതം എന്ന് പേരായ സ്ഥലമുണ്ട്. ഈ ഭൂമണ്ഡലത്തിൻ്റെ ഒത്ത നടുക്ക് സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് ഇളാവൃതം എന്ന് പറഞ്ഞു. അവിടെ പുരുഷനായിട്ട് ശ്രീപരമേശ്വരൻ മാത്രമേ ഉള്ളൂ അത്രേ. ബാക്കി ആരവിടെ പുരുഷന്മാർ ചെന്നാലും സ്ത്രീകളായി പോകുന്ന. പണ്ട് ശ്രീപാർവതിയുടെ സന്തോഷത്തിന് വേണ്ടി ശ്രീപരമേശ്വരൻ ഒരു ശാപം കൊടുത്തിട്ടുണ്ട്. ഇതറിയാതെ നായാട്ടിന് പോയ സുദ്യുമ്നനും കൂട്ടുകാരും ഒക്കെ അവിടെ പോയി. കുതിരകളടക്കം എല്ലാവരും സ്ത്രീകളായി മാറി. തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ വയ്യാതെ അവരൊക്കെ അവിടെ താമസിക്കുന്ന കാലം എന്തായി? അവരുടെ ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് അനുഗ്രഹം കൊണ്ട് അത്രി മഹർഷിക്ക് അനസൂയയിലൊരു ഉണ്ണിയുണ്ടായി, ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ പുത്രനാണ് മഹാബുദ്ധിമാനായ ബുധൻ. ഈ ബുധൻ അവിടെ വരികയും ഈ രാജകുമാരിയെ കാണുകയും അവളെ വിവാഹം കഴിക്കുകയും അവളൊരു ഉണ്ണിയുണ്ടായി, പുരൂരവസ്. അങ്ങനെ ഈ പുരൂരവസാണ് പിന്നീട് ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവായത്. അപ്പോൾ ചന്ദ്രൻ്റെ പുത്രനായിട്ട് ഉണ്ടായ പുരൂരവസ് ചന്ദ്രവംശ രാജാവായി. ഇങ്ങനെ ഈ സൂര്യവംശത്തിൽ നിന്ന് ചന്ദ്രവംശമുണ്ടായി. പിന്നീട് അദ്ദേഹം കാട്ടിൽ തപസ്സിന് പോയി. ആ വംശം വീണ്ടും അന്യം നിന്നു. കുട്ടികളൊന്നും വേറെ ഉണ്ടായില്ല. പിന്നെ ഇദ്ദേഹം വീണ്ടും ശ്രാദ്ധദേവൻ യാഗം നടത്തി. അങ്ങനെ 10 ഉണ്ണികളുണ്ടായി. ഇക്ഷ്വാകു, നൃഗൻ, നരിഷ്യന്ദ്രൻ, പ്രഹദ്രൻ, നഭകൻ ഒക്കെ തുടങ്ങിയിട്ട് ശര്യാദി മുതലായവർ എല്ലാവരും ഈശ്വരതുല്യന്മാരാണ്, യോഗികളാണ്. വിശ്വസിക്കാൻ കഴിയില്ല. ദേവന്മാരൊക്കെ അന്ന് കാലത്ത് ഈ ഭൂമിയിൽ വന്ന് ഈ സൂര്യവംശ രാജാക്കന്മാരെ കൂട്ടിയിട്ട് പോത്രേ സ്വർഗത്തിലേക്ക് അവരെ സഹായിക്കാൻ. അപ്പം അവരുടെ കേമത്തെ എത്രയും ആലോചിച്ച് നോക്കൂ. അങ്ങനെ എപ്പോഴും ദേവലോകത്ത് അവരെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവാണ് ഖഡ്വാങ്കൻ. ദശരഥ മഹാരാജാവിന് ഇതുമാതിരി പലതവണ ദേവന്മാർ അവരെ യുദ്ധത്തിൽ സഹായിക്കാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ട്.
അതുപോലെ മറ്റൊരു മഹാനായ രാജാവാണ് മുചുകുന്ദ ചക്രവർത്തി. ഇവരൊക്കെ ഈ സൂര്യവംശ രാജാക്കന്മാരാ. അപ്പോൾ അവരുടെ മഹത്വം ആലോചിച്ചു. ദേവന്മാരാൽ പോലും ആരാധ്യന്മാരായ ആൾക്കാരായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ മാത്രം സ്മരിക്കാൻ നമുക്ക് സമയമുള്ളൂ. നഭകൻ എന്നു പേരായിട്ട് ഒരു ഉണ്ണിയുണ്ടായി ഇദ്ദേഹത്തിന്, ആ സൂര്യവംശത്തിൽ, ശതദേവന്. ഈ നഭകന് 4 മക്കളുണ്ടായി. ആ 4 മക്കളെയും ഗുരുകുല വിദ്യാഭ്യാസത്തിന് അയച്ചു. 12 വർഷമാണ് അന്നൊക്കെ വിദ്യാഭ്യാസം. 12 വയസ്സിൽ പോയാൽ 24 വയസ്സ് കഴിഞ്ഞ് മടങ്ങി വരും. സമാവർത്തനം കഴിഞ്ഞ് വിവാഹം കഴിക്കേണ്ടവർ വിവാഹം കഴിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ നൈഷ്ഠിക ബ്രഹ്മചാരിയായോ പരിവ്രാജകന്മാരായോ അവർ പോകും. അവർ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ സമ്പ്രദായം. അപ്പോൾ ഇളയ മകൻ്റെ പേരാണ് നാഭാകൻ, കവി എന്നും പറയും. അവൻ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഏട്ടന്മാർ വിചാരിച്ചു ഇനി അവൻ ബ്രഹ്മചാരിയായോ സന്യാസിയായോ പോവുള്ളൂ എന്ന് വിചാരിച്ച് ഇവർ മടങ്ങി വന്ന് അച്ഛൻ്റെ സ്വത്തൊക്കെ വീതിച്ച് മേടിച്ച് അവരൊക്കെ രാജ്യം ഭരിക്കാൻ തുടങ്ങി. അച്ഛനോ ഇവർ തപസ്, പണ്ടൊക്കെ എങ്ങനെയാണ്, മക്കൾ തപസ് പഠനം കഴിഞ്ഞ് തിരിച്ചു വരണവരെ മാത്രമേ അച്ഛൻ രാജാവുള്ളൂ. മക്കൾ വന്നാലും അവരെ രാജ്യഭാരം ഏൽപ്പിച്ചു. അവർ ഭഗവത് സാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്നറിയാം. അതിനുവേണ്ടി തപസ്സിന് കാട്ടിലേക്ക് പോവാം. അങ്ങനെ ഈ മഹാരാജാവ് കാട്ടിലേക്ക് പോയി നഭകൻ. പിന്നെ ഒരു 12 വർഷത്തെ തപസ് കഴിഞ്ഞ് ഈ നാഭാഗൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴോ ഏട്ടന്മാർ അവർക്ക് ഷെയർ കൊടുക്കാൻ തയ്യാറായില്ല, രാജ്യം കൊടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അവർ പറഞ്ഞു നിനക്ക് ഭാഗം വെച്ചേക്കണത് അച്ഛനെയാണ്, അച്ഛൻ ഇന്ന കാട്ടിൽ തപസ് അനുഷ്ഠിക്കേണ്ടതെന്നും പറഞ്ഞു. ഈ കുട്ടി അങ്ങനെ കാട്ടിൽ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ജീവിക്കണമെങ്കിൽ രാജ്യം വേണമല്ലോ. പക്ഷേ രാജ്യം അദ്ദേഹത്തിന് വച്ചിട്ടില്ല. 3 സഹോദരന്മാർക്ക് ഇവൻ വരില്ല എന്നുള്ള വിചാരത്തിൽ പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്തു. ഈ സത്യാവസ്ഥ മഹാരാജാവ് പറഞ്ഞു. മാത്രമല്ല അച്ഛൻ ഒന്നും കൂടിയും പറഞ്ഞു, ഈ മരിക്കുമ്പോൾ ആരും കൊണ്ടുപോവില്ല ഉണ്ണി ഈ ഭൂമി. ഈ ഭൂമിയിൽ എത്രയോ ആൾക്കാർ അഭിമാനം വെച്ച് പങ്കുവെച്ചവരാ, അതാരെങ്കിലും കൊണ്ടുപോയോ? അവസാനം അവരൊക്കെ ആ ഭൂമിയിൽ കുഴിച്ചിടുകയുണ്ടായതല്ലേ. അതുകൊണ്ട് നീ ഈ നശിക്കുക ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ഭൂമിക്ക് വേണ്ടി ഏട്ടന്മാരോട് മത്സരത്തിന് പോകണ്ട. നിനക്ക് ജീവിക്കാനുള്ള വഴി വേണം, അത്രയല്ലേ വേണ്ടൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഉപജീവനത്തിൻ്റെ ഒരു മാർഗ്ഗം വേണം, അത്രയല്ലേ. അതിനല്ലേ പണമൊക്കെ ഉണ്ടാക്കണം മനുഷ്യൻ. അതിൽ കൂടുതൽ അവൻ എന്താ പ്രയോജനം? അതുകൊണ്ട് വിശന്നാത്തിരി ആഹാരം കഴിക്കണം, നാണം മറയ്ക്കാൻ ഒരു വസ്ത്രം വേണം, ഇതിനെ മഴയും വെയിലും കൊള്ളാണ്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കണം. ഇതിലധികം എന്താ ആവശ്യം നമുക്ക് പറയൂ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഒരുപാട് അനാവശ്യ ആവശ്യങ്ങൾ മനസ്സിൽ നിന്ന് പോകും. ശരിയല്ലേ? പക്ഷേ അങ്ങനെയൊന്നുമല്ല ചിന്ത ആൾക്കാരുടെ. ഇതൊക്കെ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് അത് ശരിയാ തോന്നി. അതുകൊണ്ട് നിനക്ക് ജീവിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പോൾ വേദമൊക്കെ പഠിച്ച് വന്നവനല്ലേ, ഇതാ കുറച്ചും കൂടിയും കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെ കുറേ ബ്രാഹ്മണർ യാഗം നടത്തുന്നുണ്ട്. 6-ാം ദിവസമാകുമ്പോൾ അവർക്ക് ഉപയോഗിക്കേണ്ട മന്ത്രം അവർ മറന്നുപോകും. അപ്പോൾ നീ ആ മന്ത്രമൊക്കെ അവർക്ക് ഉപദേശിച്ചു കൊടുത്താൽ അവർ ധാരാളം ദക്ഷിണ എന്തെങ്കിലുമൊക്കെ നിനക്ക് തരും. അതുകൊണ്ട് നിനക്ക് ജീവിച്ചാൽ അത് മതി പറഞ്ഞു. അച്ഛൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി നേരെ കാട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ബ്രാഹ്മണർ യാഗം ചെയ്യണേയും കണ്ടു. ആ കുട്ടി അവിടെ ഇങ്ങനെ ബ്രഹ്മനായിട്ട്, ബ്രഹ്മൻ്റെ സാക്ഷിയായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. 6 ദിവസം ഒരു കുഴപ്പമുണ്ടായില്ല. 6-ാം ദിവസം അവരുടെ യാഗത്തിൽ ഉപയോഗിക്കേണ്ട മന്ത്രം മറന്നുപോയി. അവരാകെ വെറുത്ത് കുളിച്ചു. നോക്കണം, സകാമകർമ്മ സ്വർഗകാമന്മാരായി ചെയ്യുന്ന യാഗമാണ്. എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാലോ നേരെ വിപരീത ഫലം ഉണ്ടാവൂലേ. അവരാകെ പരിഭ്രാന്തരായി. ഈ കാട്ടിൽ ആരാ അവർക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കാൻ, ആരോടാ ചോദിക്കാൻ എന്നൊക്കെ വിചാരിച്ച് പരിഭ്രമിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്ന കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ആരും പരിഭ്രമിക്കേണ്ട, ഈ മന്ത്രമൊക്കെ എനിക്ക് വശമുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. യാഗം മുടങ്ങാണ്ട് നടന്നു. അതോടെ അവർക്ക് അവനിൽ വലിയ കൃതാർത്ഥതയും വലിയൊരു ആദരവും തോന്നി. അവർ ഒരുപാട് ദക്ഷിണയായിട്ട് അവിടെ ഈ യാഗത്തിൽ ബാക്കിയുണ്ടായ പാത്രങ്ങൾ പദാർത്ഥങ്ങളൊക്കെ ഒരുപാട് അവർ കൊണ്ടുവന്നുണ്ട്. അത് മുഴുവനും ഇനി ഞങ്ങൾ കൊണ്ടുപോകണില്ലൊക്കെ നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടി അതൊക്കെ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോണ്ട് ഒരു ദിവ്യനായ ദേവൻ ആ കുട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ആ ദേവൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ അവകാശമാണ്, എങ്ങനെ നീ കൊണ്ടുപോകും? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇതൊക്കെ ഈ ബ്രാഹ്മണർ എനിക്ക് ദക്ഷിണയായിട്ട് തന്നതാണല്ലോ. അവർ തന്നിട്ടുണ്ടായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഇത് എൻ്റെ അവകാശമാണെന്നായി. ഈ കുട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ടായി. ആ കുട്ടി ഉടനെ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയുക, നീ എത്ര ഭാഗ്യം ചെയ്തവനാ ഉണ്ണി, ഞാൻ ഇത്രയും കാലമായി തപസ് ചെയ്തിട്ടും എനിക്ക് ഭഗവത് ദർശനം ഉണ്ടായില്ല. നീ ഒരു തപസ് ചെയ്യാണ്ട് തന്നെ നിൻ്റെ സത്യസന്ധത കൊണ്ട്, നിൻ്റെ മനഃശുദ്ധി കൊണ്ട് സാക്ഷാൽ ശ്രീപരമേശ്വരനെയാണ് നിനക്ക് കാണാൻ കഴിഞ്ഞത്. എവിടെ ദക്ഷയാഗത്തിന് ശേഷം ബ്രഹ്മാവ് അനുഗ്രഹിച്ചിട്ടുള്ളതാണ് രുദ്രനെ. ഇനി എവിടെ യാഗങ്ങൾ കഴിഞ്ഞാൽ യജ്ഞശാലയിൽ യാഗത്തിൽ ബാക്കിയുള്ള എല്ലാ പദാർത്ഥങ്ങളും രുദ്രഭഗവാനുള്ള ഹവിർഭാഗമാണ്. അതുപ്രകാരം യാഗം കഴിഞ്ഞാൽ ആ ഹവിർഭാഗം സ്വീകരിക്കാൻ ഭഗവാൻ വരും. നിൻ്റെ ഭാഗ്യം കൊണ്ട് നിനക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ലേ, വേഗം പോയി ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുക പറഞ്ഞു. നേരെ കുട്ടി ഓടി വന്ന് ഭഗവാന്റെ കാൽക്കലെല്ലാം സമർപ്പിച്ച്, ഭഗവാനെ മാപ്പ് ഒക്കെ അവിടെ തേടിയാന്ന് പറഞ്ഞു കൊടുത്തു.
അച്ഛൻ്റെയും മകൻ്റെയും ഈ സത്യസന്ധതയും നിഷ്കളങ്കതയും കണ്ട് ഭഗവാൻ അത്യധികം സന്തോഷിച്ചു അത്രേ. ഈ സമ്പത്തും പദാർത്ഥങ്ങളും ഭഗവാൻ ആ കുട്ടിക്ക് കൊടുത്തു. അത് മാത്രമല്ല കൊടുത്തു, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം കൊടുത്തു. എന്താ? ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു, ബ്രഹ്മജ്ഞാനിയാക്കി. നോക്കൂ, സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുക, അവിടുത്തെ മുഖത്തുനിന്ന് ആത്മോപദേശം കിട്ടി ആത്മജ്ഞാനിയാവുക, ഇതൊക്കെ ജീവിതത്തിൽ എത്രയോ അപൂർവം അസുലഭമായ കാര്യമല്ലേ? അത് സാധിച്ച ആളായിരുന്നു ഈ നാഭാഗൻ. എന്തിനാ അത് പറയണത്? ഇങ്ങനെയുള്ള മഹാന്മാരുടെ വംശത്തിലാണ് മഹാത്മാക്കളുണ്ടാവുക. തന്നെത്താനെ മഹാത്മാവ് പൊട്ടി വീഴില്ല. അപ്പോൾ ഈ നാഭാഗൻ്റെ, ഈ സത്യസന്ധനും ധർമ്മനിഷ്ഠനുമാണ് അച്ഛൻ നഭകൻ. അദ്ദേഹത്തിൻ്റെ മകൻ സത്യസന്ധനും ധർമ്മനിഷ്ഠനും ഈ നാഭാഗൻ. ആ നാഭാഗൻ പരമേശ്വരനെ പ്രത്യക്ഷമായി കണ്ട് ബ്രഹ്മജ്ഞാനം നേടിയ ആൾ. ആ പരമേശ്വര ശിഷ്യനായ നാഭാഗൻ്റെ പുത്രനായിട്ടാണ് പരമഭാഗവതോത്തമനായ അംബരീഷൻ ജനിക്കണത്. അംബരീഷൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഇത്രയും കഥ പറയാം. അംബരീഷനെ പോലൊരു പുത്രൻ അല്ലെങ്കിൽ പുത്രി നമ്മുടെ കുടുംബത്തിലുണ്ടാവണമെങ്കിൽ നാം പരമ്പരാഗതമായിട്ട് ഈ ശാശ്വതമായ മൂല്യങ്ങളും സത്യധർമാദി മൂല്യങ്ങളൊക്കെ പരിപാലിച്ച് വന്നാൽ ആ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ ഒരു അംബരീഷനെ പോലൊരു ഭക്തൻ കുടുംബത്തിലുണ്ടായാലോ 21 തലമുറയ്ക്ക് സൽഗതി. കണ്ടോ? ഇതാണ് കഥകളുടെ താല്പര്യം. അപ്പം ഇങ്ങനെയൊക്കെ ആവണമെന്ന് പ്രചോദനം ഉണ്ടാവില്ലേ? ഇതൊക്കെ എപ്പോഴാണ് കേൾക്കേണ്ടത്? നമ്മളിതൊക്കെ കേൾക്കുക വയസ്സായതിന് ശേഷം, മുത്തശ്ശിയായതിന് ശേഷം. പിന്നെ എന്ത് കുട്ടി ഉണ്ടാവാനവിടെ? ചെറിയ കുട്ടികളെ കേട്ടാലല്ലേ അവരിങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമം നയിച്ച് അങ്ങനെയുള്ള സംസ്കാരം കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വിശ്വാസം അതൊക്കെ വയസ്സന്മാർക്കുള്ളതാണ്. ആണോ? എവിടെയത് പരിശീലിക്കുക? ഇതൊക്കെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യമല്ലേ? ആ അംബരീഷ മഹാരാജാവിൻ്റെ മഹത്വം നോക്കൂ. നമ്മളൊക്കെ അമ്പലത്തിൽ പോയിട്ടാണ് ഭഗവാനെ കാണുന്നത്, അല്ലേ? അമ്പലത്തിൽ നിന്നും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനൊന്നുമില്ല. എന്നാൽ ഈ അംബരീഷന് ഭഗവാനെ അമ്പലത്തിൽ പോകണ്ട കാണാൻ. പിന്നെയോ തൻ്റെ ഹൃദയത്തിൽ ആ ചിന്മയനായി പ്രകാശിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിച്ചതാ. സർവചരാചരങ്ങളും ക്ഷേത്രമായിട്ട് ആ ശരീരങ്ങളിലൊക്കെ ഇരിക്കുന്ന ഭഗവാനെ, ആത്മാവായ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് അനുഭവിച്ച ആളാണ്. സർവാത്മഭാവം എന്ന് അതിന് പറയാം. എല്ലാവരിലും ഭഗവാനെ ദർശിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സർവാത്മഭാവം കൈവന്ന ആളാണ്. എന്നിട്ടും ലോകത്തിന് മാതൃകയാവാൻ വേണ്ടി, പ്രത്യേകിച്ചും താനൊരു ചക്രവർത്തിയാണ്, തൻ്റെ പ്രജകൾക്കൊക്കെ മാതൃകയാവാൻ വേണ്ടി അദ്ദേഹം പതിവായി ക്ഷേത്ര ദർശനം ചെയ്യും. നോക്കൂ, ശ്രേഷ്ഠന്മാരുടെ മഹത്വം. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരഹ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകഃ തദനുവർത്തതേന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയും ഗീതയിൽ. ശ്രേഷ്ഠന്മാരായ ആളുകൾ എന്ത് ആശയങ്ങളെയും ധർമ്മമൂല്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമോ അതിനെയാണ് സാധാരണക്കാരായ ആളുകൾ പിന്തുടരുക, മാതൃകയാക്കുക. അതുകൊണ്ട് ശ്രേഷ്ഠന്മാർക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. മുതിർന്നവർ താഴെയുള്ള ആൾക്കാർക്ക് മാതൃകയാ, ശ്രേഷ്ഠന്മാരാ. മാതാപിതാക്കന്മാർ മക്കൾക്ക് മാതൃകയാ, ശ്രേഷ്ഠന്മാരാ, അല്ലേ? ഈ തലമുറ വരും തലമുറയ്ക്ക് മാതൃകയല്ലേ, ശ്രേഷ്ഠന്മാരല്ലേ? എന്നും നമ്മൾ ഫോളോവേഴ്സ് മാത്രമല്ല, പലരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മളറിയണില്ല. നമ്മൾ ലീഡേഴ്സും കൂടിയാണ്, ശരിയല്ലേ? അപ്പോൾ എല്ലാവരും ഒരു നിലയില്ലെങ്കിൽ മറ്റൊരു നിലയിൽ ശ്രേഷ്ഠന്മാരാണെന്നർത്ഥം. അതുകൊണ്ട് ഉത്തരവാദിത്വമുണ്ട്, എങ്ങനെയെങ്കിലും ജീവിക്കാൻ പാടില്ല. അതാണ് ഈ മഹാരാജാവ് താൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആൾ, ഈശ്വരനെ സചരാചരങ്ങളിലും ദർശിക്കുന്ന ആൾ. എന്നിട്ടും അദ്ദേഹം പതിവായി ക്ഷേത്ര ദർശനം ചെയ്യും. പതിവായി സ്വന്തം കൈകൊണ്ട് പുഷ്പമൊക്കെ പൊട്ടിച്ച് ഭഗവാന് പുഷ്പാഞ്ജലിയും അർച്ചനയും പൂജയും ചെയ്യും. ക്ഷേത്രത്തിൽ പോയാൽ താൻ തന്നെ ക്ഷേത്രത്തിലെ മാലിന്യങ്ങളൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വയ്ക്കും. ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഭക്തന്മാരെ വിളിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. മഹാത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് ഭഗവാന്റെ കഥ പറയിപ്പിച്ച് ഇദ്ദേഹം മുമ്പിൽ പോയിരുന്ന് കേൾക്കും. അത് അങ്ങനെ നോക്കൂ, കാതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടും കണ്ണുകൊണ്ട് ഭഗവത് വിഗ്രഹങ്ങളെ ദർശിച്ചുകൊണ്ടും നാവുകൊണ്ട് ഭഗവത് തിരുനാമങ്ങളെ ഭക്തന്മാരോടുകൂടി ആലപിക്കും. ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടും സ്നേഹം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ ഭഗവാന്റെ ആരാധനമായി നിർവഹിച്ചുകൊണ്ടും മനസ്സിൽ സദാ ആ ഭഗവത് സ്വരൂപം ഭാവന ചെയ്തുകൊണ്ടും ഇങ്ങനെ മനസാ വാച കർമ്മണ ചെയ്യുന്ന എല്ലാം ഭഗവത് പൂജയായി നിർവഹിച്ച മഹാനായിരുന്നു അംബരീഷൻ. അങ്ങനെയുള്ള അംബരീഷനെ വലിയ തപസ്സുണ്ട്, വലിയ ജ്ഞാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദുർവാസസ് മഹർഷി അധിക്ഷേപിക്കാൻ പോയി. എന്നിട്ട് അദ്ദേഹം വെള്ളം കുടിച്ച കഥയാണ് പറയണത്. അതെന്തിനാ? അത് മഹാത്മാക്കൾ തിരിച്ചൊന്നും ചെയ്യില്ല, കാരണം അവർക്ക് എല്ലാവരോടും സ്നേഹം. പക്ഷേ അവരുടെ ആ ദുഷ്പ്രവൃത്തി അവർക്ക് ബാധയാവും, തിരിച്ചടിയും. എത്രയോ മഹാത്മാക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാതെ അവരെന്നിട്ട് കഷ്ടപ്പെടുന്നതും അവസാനം അവരുടെ കാൽക്ക പോയി മാപ്പ് പറയണതും അവരുടെ അനുഗ്രഹം കൊണ്ട് മാറ്റങ്ങൾ വരുന്നതും. ഇതാണ് അംബരീഷിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത്.
അന്ന് കാലത്തൊരു സംഭവം അംബരീഷൻ്റെ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ കാലത്തിൽ അനുഭവം ഉണ്ടാവും. എനിക്ക് എത്രയോ മഹാത്മാക്കളോട് കാണാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിത കഥകൾ കേട്ടിട്ടുണ്ട്, അവരുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ മഹാത്മാക്കൾ ഒരിക്കലും തിരിച്ചടിക്കില്ല. കാരണം അവർക്ക് സർവഭൂത ദയയാണ് അവരുടെ വ്രതം. അംബരീഷൻ അനേക യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. പുറത്തേക്ക് നിപുണനായ ചക്രവർത്തി, അകത്തേക്കോ നിസ്സംഗനായ ഒരു യോഗീശ്വരൻ. 7 വൻകരകളും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. നോക്കണം, ഇന്നത്തെ 7 കോണ്ടിനെൻറ്റും 7 ഭൂഖണ്ഡങ്ങളുടെയും ചക്രവർത്തിയായിട്ടും ഒന്നുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊരു ലോക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഒരു മെമ്പറോ ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റർ മെമ്പറോ ആയാൽ എന്താ ഗമാലേ.